ഹലോ, അപ്പോൾ നമ്മളൊരു കുട്ടി വ്ലോഗായിട്ട് വീണ്ടും വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് റിയുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിന് ആനുവൽ ഡേ പ്രമാണിച്ചിട്ട് ഗസ്റ്റിനെ വെൽക്കം ചെയ്യട്ടെ. ഞങ്ങൾ കുറച്ച് പേര് നിൽക്കുന്നു കേട്ടോ, PTA മെമ്പേഴ്സ്. അപ്പോൾ അതിനുള്ള സാരിയും സാധനങ്ങളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ പോകുന്നത് നമ്മുടെ ഇതിനു മുമ്പ് മേക്ക് ഓവർ ചെയ്ത ബിഗ് ഐ ബ്യൂട്ടി ക്ലിനിക് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്കിപ്പോൾ സാരി ഉടുപ്പിച്ച് തരുന്നത്. അപ്പോൾ ഓരോ പാർട്ടും എത്രത്തോളം നീറ്റായിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓരോ സെക്ഷൻ വൈസ് എടുത്തതിന് ശേഷം അവിടെയൊക്കെ ഇതേപോലെ അയൺ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ കുട്ടി റീൽസൊക്കെ എടുത്ത്, അപ്പോൾ ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷിലു മുത്തു എന്ന് പറയുന്ന ഇൻസ്റ്റാ ID അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. ശേഷം നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. 4:30 കേട്ടോ അവിടെ പ്രോഗ്രാം സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 4:30 കഴിഞ്ഞിട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ലേറ്റായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയി. സ്കൂളിൽ അത്യാവശ്യം ആളുകളൊക്കെ എത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനാഗ്രേഷൻ 6 മണിക്കാണ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജിൻ്റെ മുൻവശം നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനാഗ്രേഷൻ ടൈമിൽ നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കാണുകയാണ്. ശേഷം നമ്മൾ ഇനാഗ്രേഷൻ അടുപ്പിച്ചിട്ട് ഗസ്റ്റ് വരുന്ന ടൈമിൽ നമ്മളത് ഇതുപോലെ വിളക്കും പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതിന് ശേഷം ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 1/4 മണിക്കൂറോളം നമ്മുടെ ഇനാഗുറേഷൻ സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാൻസിനുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഡാൻസ് കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് വീട്ടിലോട്ട് പോകുന്നുള്ളൂ. ഒരുപാട് പരിപാടി കാണാനായിട്ട് ഇരിക്കുന്നില്ല. അവളുടെ ഡാൻസും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരുന്നു. അവിടെ കുറച്ച് നേരം വന്നിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളവിടെ നിന്നിട്ട് കാലൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വെറുതെ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്ക് മുത്തലിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു കേട്ടോ. ശേഷം ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, ഞാൻ ഡ്രസ്സൊക്കെ മുത്തലിക്കാൻ കൂടി ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അവളുടെ പ്രോഗ്രാം കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ സാരിയിൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയത്. ശേഷം അവളുടെ പ്രോഗ്രാമും കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇതാണ് അവിടെ നൈറ്റ് ലുക്ക് എന്ന് പറയുന്നത്. സ്കൂളിൻ്റെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ല.